യു.എസ്. പ്രസിഡന്റ് ട്രംപിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ തുടരുന്നു. ട്രംപിൻ്റെ വിശ്വസ്തനും കോടീശ്വരനുമായ മസ്ക് നേരിട്ട തിരിച്ചടിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. യു.എസ്. പൗരന്മാരുടെ വ്യക്തിവിവരങ്ങൾ അടങ്ങിയ ട്രഷറി വകുപ്പ് രേഖകൾ ശേഖരിക്കാനായിരുന്നു ഇലോൺ മസ്കിൻ്റെ ശ്രമം. ഈ നടപടി കോടതി തടഞ്ഞിരിക്കുകയാണ്. മസ്കിൻ്റെ അധികാരപരിധിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് എഫിഷ്യൻസി വകുപ്പാണ് ലക്ഷക്കണക്കിന് യു.എസ്. പൗരന്മാരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും സാമൂഹ്യ സുരക്ഷാ വിവരങ്ങളും അടങ്ങുന്ന രേഖകൾ ശേഖരിക്കാൻ നടപടി തുടങ്ങിയത്. വ്യാപക പ്രതിഷേധമുയർത്തിയ ഈ നീക്കം യു.എസ്. ഡിസ്ട്രിക്ട് ജഡ്ജ് പോൾ എ. ഏംഗൽമേയറാണ് തടഞ്ഞത്. ട്രംപ് ഭരണകൂടത്തിൻ്റെ അനാവശ്യ ചെലവുകൾ കണ്ടെത്തുന്നതിനും ഒഴിവാക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനാണ് എഫിഷ്യൻസി വകുപ്പ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ സാഹചര്യം ദുരുപയോഗം ചെയ്ത് പൗരന്മാരുടെ വിവരങ്ങൾ മസ്കും കൂട്ടരും തട്ടിയെടുക്കുകയാണെന്ന ആരോപണമാണ് ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 19 അറ്റോർണി ജനറൽമാർ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ കോടതി ഉത്തരവ്. അതിനിടെ അന്താരാഷ്ട്ര വികസന പദ്ധതിക്ക് മരണമഴി മുടക്കുന്ന നടപടിയും ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള യു.എസ്. ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റിലെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുകയാണ് അമേരിക്ക. യു.എന്നിൻ്റെ സഹായ പദ്ധതികൾക്കുള്ള ഫണ്ടിംഗ് നിർത്താനും ആരോഗ്യമേഖലയിലേക്കുള്ള സംഭാവന അവസാനിപ്പിക്കാനും തീരുമാനിച്ചതിന് പിന്നാലെയാണ് ട്രംപിൻ്റെ ഈ നീക്കം. അമേരിക്കയുടെ പണം രാജ്യത്തിൻ്റെ ഖജനാവിൽ തന്നെ സൂക്ഷിച്ച് അമേരിക്ക ഫസ്റ്റ് എന്ന നയം ഊട്ടിയുറപ്പിക്കുകയാണ് ട്രംപിൻ്റെ ലക്ഷ്യമെന്ന് വ്യക്തമാണ്. നിലവിൽ യു.എസ്. ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി ലോകത്താകമാനമുള്ള 10,000-ലധികം ജീവനക്കാരിൽ 300 പേരെ മാത്രം നിലനിർത്താനാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ പദ്ധതി. ആഗോളതലത്തിൽ നേരിട്ട് നിയമിച്ച USAID ജീവനക്കാരെയെല്ലാം അവധിയിൽ പ്രവേശിക്കണമെന്നും വിദേശത്ത് ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുമെന്നും ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുന്നു. ട്രംപിൻ്റെ അടുത്ത അനുയായിയായ ഇലോൺ മസ്കിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സർക്കാർ പുനഃസംഘടനാ പദ്ധതിയുടെ ഭാഗമായാണ് USAID ജീവനക്കാരെയും വെട്ടിക്കുറയ്ക്കുന്നത്. മറ്റ് രാജ്യങ്ങൾക്ക് വിദേശ സഹായവും വികസന സഹായവും നൽകുന്ന ഒരു US സർക്കാർ ഏജൻസിയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ്. ആഗോള വികസനം, മാനുഷിക വികസനം, ജനാധിപത്യം പ്രോത്സാഹിപ്പിക്കൽ എന്നിവയെ സഹായിക്കുന്നതിനായി 1961 പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയാണ് ഈ ഏജൻസി രൂപീകരിച്ചത്. ആഫ്രിക്കൻ ബ്യൂറോയിലെ 12 പേരും ഏഷ്യൻ ബ്യൂറോയിലെ 8 പേരും ഉൾപ്പെടെ ഏജൻസിയിലെ 294 ജീവനക്കാരെ മാത്രമേ ജോലിയിൽ നിലനിർത്തൂ എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ട്രംപിൻ്റെ നടപടി അതിരുകടന്നതാണെന്നാണ് 6 വർഷത്തിലേറെ USAID തലവനായി സേവനമനുഷ്ഠിച്ച ജെ. ബ്രയാൻ ആറ്റ്വുഡ് പറയുന്നത്. ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നത് ഏജൻസിയെ കൊല്ലുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ നിരവധി ജീവൻ രക്ഷാ പദ്ധതികൾ USAID ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ജീവനക്കാരെ വെട്ടിക്കുറച്ച പ്രഖ്യാപനം വന്നതോടെ ഇവയെല്ലാം അനിശ്ചിതത്വത്തിലായി. ഡസൻ കണക്കിന് USAID ജീവനക്കാരെ നിർബന്ധിത അവധിക്ക് വിട്ടു. 100 കണക്കിന് ആഭ്യന്തര കരാറുകാരെ പിരിച്ചുവിട്ടു. ട്രംപ് ഭരണകൂടം USAIDയുടെ പ്രവർത്തനങ്ങൾ ഫലപ്രദമല്ലെന്നും US താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നുമാണ് ട്രംപ് ഭരണകൂടം വാദിക്കുന്നത്.